നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നുമില്ലാത്ത ഒരു ഗെയിം ഷോ എന്ന് പറയുന്നത്. ഈ ഒരു കൂടാരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഗെയിം ഷോ ആണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഷോ. ഇതൊരു കണക്കൂട്ടൽ മാത്രമാണ്. ജീവിതം എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ട് കണക്കുകൂട്ടലിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒന്നാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ആയിരിക്കാം. രണ്ട് ടീമുകളാണെങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും സെയിം പ്രൊഡക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഗെയിം ഒന്ന് ഔട്ടാവും. അത് അവിടെ ഒരു മനപ്പൊരുത്തം എന്നുള്ളത് കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാമായിട്ട് നമ്മുടെ ഒരു ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് എന്ന എപ്പിസോഡ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കണ്ടില്ല, നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ഥലത്ത്. ക്യാപിറ്റൽ മാളിലുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ ഒരു പ്രോഗ്രാമായിട്ട്. സമയം അങ്ങനെ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഏതാണ് വൈകുന്നേരം 5 മണി സമയമായിട്ടോ. ഈ ഒരു ദിവസത്തിൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ആയിട്ടാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വാട്സപ്പ് നമ്പർ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ വാട്സപ്പ് നമ്പർ. അതിലേക്കൊരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്പെഷ്യൽ ഓഫേഴ്സ്, ഓരോ പ്രൊഡക്റ്റുകളുടെ സ്പെഷ്യൽ ഓഫേഴ്സുകളൊക്കെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്കത് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ ക്യാപിറ്റൽ മാളിലേക്ക് വരാം. ശരി, അപ്പം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും, കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീം. നമസ്കാരം. പർച്ചേസിങ്ങിന് വേണ്ടി വന്നതല്ലേ? എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തു? ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, പേരെന്താണ്? ഷഹീം. എവിടെയാണ് സ്ഥലം? എവിടെ ഷഹീമിൻ്റെ? തളിപ്പറമ്പിലാണ് അല്ലേ? ഓക്കെ. പഠനം എന്താ ചെയ്യുന്നത് ഇപ്പോൾ? പ്ലസ് ടു കഴിഞ്ഞു. ഇവിടെ തളിപ്പറമ്പ് തന്നെയാണോ കഴിഞ്ഞത്? ഓക്കെ. എവിടുന്നാ? തളിപ്പറമ്പിലല്ല, ഗൾഫിൽ നിന്ന് കഴിഞ്ഞത്. ഗൾഫിൽ നിന്നാണോ കഴിഞ്ഞത്? ഓക്കെ. അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്രയും? ഇപ്പം വന്നിട്ടേ ഉള്ളൂ, 2-3 മാസം. ഇനി തുടർ പഠനം കേരളത്തിലാണോ? എവിടെയെങ്കിലും നോക്കിയോ? ബാക്കി ഡിഗ്രി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു കോളേജിലേക്ക് അങ്ങനെ പോകണം ആഗ്രഹമുണ്ടോ? അവിടുത്തെ ഒരു സ്റ്റൈൽ അവിടെ ഇല്ലേ കോളേജുകളും കാര്യങ്ങളൊക്കെ? അവിടെ അവിടെ അറബികൾക്ക് മാത്രമേ ഉള്ളൂ. ഓ, ശരിയല്ലേ. ഓക്കെ. അപ്പോൾ ഫാമിലി അവിടെയാണ്? ഗൾഫിൽ എവിടെയാണ്? റിയാദിലാണ് അല്ലേ? ഓക്കെ. നമസ്കാരം. പേര്? നിഹാൽ. എവിടെയാണ് സ്ഥലം? തളിപ്പറമ്പ് തന്നെയാണ്. തൊഴിലാണ്. ഓക്കെ. എന്ത് ചെയ്യുന്നു നിഹാൽ? ഞാൻ ബികോം ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നോളജ് കാരക്കോണ്ട്. ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? ഓക്കെ. എന്തെങ്കിലും ഗിഫ്റ്റ് അങ്ങനെ വന്നതാണോ, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം? രണ്ടുപേരും മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇപ്പോഴും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പിള്ളമാരൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷം കേട്ടോ. ശരി, റേഷൻ കടകളിലൊക്കെ പോകാറില്ലേ? അത്യാവശ്യം. കാരണം ഇപ്പോഴത്തെ സ്റ്റൈലിൽ ഇപ്പോഴും പഴയ ആൾക്കാരാണ് റേഷൻ കടയുടെ മുമ്പിലൊക്കെ നിൽക്കുന്നതാണ് അല്ലേ? ഇപ്പോൾ കാലങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ലൈഫ് സ്റ്റൈൽ എങ്ങനെയുണ്ട്? റിയാദ് ടു കണ്ണൂർ എങ്ങനെ? ഒരു ഹാപ്പി ലൈഫാണോ അവിടെ റിയാദിലുള്ളത്? അല്ല, സ്ട്രിക്റ്റ് ആണോ അവിടെ? നമ്മുടെ നാട് പോലെ അതുപോലെ തന്നെ അല്ലേ? ശരി. കുറച്ചും കൂടി നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റഡി, ഒരു പഠനവും കാര്യങ്ങളൊക്കെ റിയാദിലായിരിക്കും. അപ്പൊ ശരിക്കും ബാക്കിയുള്ള തുടർ പഠനം അവിടെ അറബികൾക്ക് മാത്രമേ ഉള്ളൂ? കുറവായിരിക്കും. ശരി, ഓക്കെ. അപ്പോൾ ഇനി ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കാര്യം പറയാം. പ്രോഗ്രാം എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഇത് കണ്ണൂർ വിഷൻ ചാനലിൽ ശനി ഞായർ ദിവസം ടെലികാസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റാണ് സ്പോൺസർഷിപ്പ്. ഓക്കെ. ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ സാധനം പർച്ചേസ് ചെയ്യാൻ വന്നു. ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ എടുക്കും സാധനം പർച്ചേസ് ചെയ്യാൻ. ഇവിടെ അത്രയും സമയം എടുക്കില്ല, വെറും 5 മിനിറ്റാണ് സമയം. ഈ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് സാധനങ്ങളും പർച്ചേസ് ചെയ്യാം. മനസ്സിലായല്ലോ? വലിയ സംഭവങ്ങളല്ല, വലിയ റേറ്റിൻ്റെ സാധനങ്ങളല്ല. ഇപ്പം പ്രഷർ കുക്കർ അങ്ങനെ 2000-3000 അങ്ങനെയല്ല. കുട്ടി സാധനങ്ങൾ, പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ കുഞ്ഞു സാധനങ്ങൾ, മിഠായി, ചോക്ലേറ്റ്, ബാക്കി ഇഷ്ടമുള്ള കുറച്ച് ചെറിയ സാധനങ്ങൾ. വലിയ സാധനങ്ങൾ എടുക്കാൻ പാടില്ല എന്നല്ല. അതിന് വേറൊരു കാര്യമുണ്ട്. നമ്മളൊരു കൗണ്ടറിൽ ഒരു ഗ്ലാസ് ബോക്സിൽ ഒരു റേറ്റ് എഴുതിയിടും. ഗ്രീൻസിൻ്റെ അവർ ചിലപ്പോൾ എഴുതിയിടുന്നത് ചിലപ്പോൾ 5000 to 6000 ആയിരിക്കാം, 7000 to 8000 ആയിരിക്കാം, 8000 to 8000 ഏതെങ്കിലും ആയിരിക്കാം, നമുക്കറിയത്തില്ല. നിങ്ങൾ രണ്ട് ടീമായിട്ട് 2 സ്ഥലങ്ങളിലേക്കാണ് പോകേണ്ടത്, 2 ട്രോളിയായിട്ട്. ഓക്കെ. നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ സെയിം പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഗെയിമിൽ നിന്ന് ഔട്ടാവും. ബാക്കി വരുന്ന ടോട്ടൽ റേറ്റ്, നിങ്ങൾ 2 പേര് എടുക്കുന്ന പർച്ചേസ് ചെയ്യുന്ന ടോട്ടൽ റേറ്റിൻ്റെ MRP റേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ടോട്ടൽ കൂട്ടി നോക്കിയിട്ട് നമ്മൾ ആ ഗ്ലാസ് ബോക്സിൽ എഴുതി വെച്ചിരിക്കുന്ന റേറ്റിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. ഇനി അല്ല എങ്കിൽ പ്രോത്സാഹന സമ്മാനമുണ്ട്. ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും എന്തായാലും പർച്ചേസ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ 2 ട്രോളി ഞാൻ തരും. ആ ട്രോളിയായിട്ട് വേണം നിങ്ങൾ പോകേണ്ടത്. 5 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ക്യാമറ ടീം അംഗങ്ങൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അതായിട്ട് നമ്മൾ ഈ കൗണ്ടറിലേക്ക് മാത്രം വന്നാൽ മതി. ഓക്കെ. ചുമ്മാ ഒന്ന് മത്സരിച്ചു നോക്കുക. ആദ്യമായിട്ടാണോ ക്യാമറക്ക് മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഗെയിമിൽ ഇപ്പം മത്സരിക്കുന്നത്? ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് നടക്കാറ്. ഇപ്പോൾ വേൾഡ് കപ്പ് വരാണ്. ഏതാ ടീം?
അർജന്റീന. അർജന്റീന, ബ്രസീൽ. ബ്രസീൽ. അപ്പോൾ അവിടെ ഒരു മത്സരം. നാട്ടിൽ കൂടുതലും എങ്ങനെയാണ്? അർജന്റീന ടീമാണോ ബ്രസീൽ ടീമാണോ? കുഴപ്പമില്ല, രണ്ടും അപ്പുറം. ഇപ്രാവശ്യം ആരെടുക്കും? അർജന്റീന ബ്രസീലാണ്. ബ്രസീലാണ്. ആ. മഞ്ഞപ്പട തന്നെയാണ്. ശരിയാവട്ടെ. അപ്പോൾ എന്തായാലും ഇതൊരു പന്തുരുളുമ്പോൾ നമ്മുടെ ലോകമെമ്പാടുള്ള മനസ്സ് അതിനോടുകൂടി അല്ലേ, പിന്നെ വാശിയും എല്ലാം നല്ലതാണ്. അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, അത്ര മാത്രമേ. അത് അവിടെ വെച്ച് തീർന്നേക്കണം അല്ലേ? ശരി, അപ്പോൾ ഇവർക്കുള്ള ട്രോളി കൊടുക്കുന്നു. 5 മിനിറ്റ് സമയം കൊടുക്കാൻ പോവാണ്. അപ്പോൾ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ട്രോളി കൊടുക്കാം. ഇതിലാണ് റേറ്റ് എഴുതിയിട്ടിരിക്കുന്നത്. ഇതിൽ റേറ്റ് എത്രയാണെന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് റേറ്റ് നോക്കി സാവധാനം എടുത്താൽ മതി. 5 മിനിറ്റ് സമയമുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. മോൻ നേരെ സ്ട്രേറ്റ് പോവാം. മോൻ ഇവിടുന്ന് സെക്കൻഡ് റോളിലൂടെ അങ്ങനെ പോയാൽ ഓക്കെ. 5 4 3 2 1 0. മെല്ലെ പോയാൽ മതി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ ചില പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ചില ഇഷ്ടങ്ങൾ തോന്നും. മുന്നേ ഒരാളൊരു വലിയ ബക്കറ്റൊക്കെ ആയിട്ട് പർച്ചേസിംഗ് ഒക്കെ ബക്കറ്റൊക്കെ എടുത്തിട്ട് വന്നേ. പക്ഷേ ഇതിലൊരു ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം. നമ്മുടെ ഈ എപ്പിസോഡ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചൂല് പർച്ചേസ് ചെയ്തിട്ട് വരുന്നത്. ഭയങ്കര സംഭവമാണ്, രസമല്ലേ, കാണാൻ രസമാണ്. അപ്പോൾ ഇവർ ഈ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഇത്രയാണ്. അതിൽ നമ്മുടെ കുട്ടിക്കാലം തൊട്ടുള്ള ഓർമ്മകളിലൂടെ യാത്ര ചെയ്യുന്ന പ്രൊഡക്റ്റ് വരെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് നമുക്ക് ഒരാളുടെ ഇതിൻ്റെ MRP റേറ്റ് എത്രയാണെന്നുള്ളത് ടോട്ടൽ കൂട്ടി നോക്കാം. ഓക്കെ, ആദ്യം കൂട്ടുകാരൻ വന്നോളൂ. മോനെ ഇവിടെ നിന്നോളൂ. നമുക്ക് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോവാം. അവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ റേറ്റ് എത്രയാണെന്ന് കൂട്ടി നോക്കാം. MRP ഒന്നുകൂടി പേര് പറഞ്ഞേ. ഷഹീം. അപ്പോൾ ഷഹീം 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഇതൊക്കെയാണ്. അതിൻ്റെ MRP ആണ് നമ്മൾ കൂട്ടി നോക്കുന്നത്. ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്രയായി ഷഹീം? 2 മാസം അല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരൊക്കെയാണ് ഉള്ളത് വീട്ടിൽ? ഇതിപ്പോൾ മമ്മിയുണ്ട്, പിന്നെ കാരണവന്മാരാണ്. ഓക്കെ, ഉപ്പയൊക്കെ അവിടെ ഓക്കെ. തുടർന്ന് അവിടെയുള്ളൊരു പഠനം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പഠിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ വന്നത് സൗഹൃദങ്ങളൊക്കെ ഒന്ന് വീണ്ടും കൂട്ടുറപ്പിക്കാൻ വേണ്ടി ഇവിടെ
പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ കിടക്കട്ടെ, നമുക്ക് ട്രോളി അങ്ങോട്ട് മാറ്റി വെക്കാം. 3904, 3961, അവിടെ റിയാദിലൊക്കെ പൊതുവെ ലുലു തന്നെയാണോ പോവാറ് പർച്ചേസിങ്ങിന്? ലുലു പിന്നെ അവരെ അറബി കുറേ ഷോപ്പുകളുണ്ട്, പാണ്ട, പോലെയൊക്കെയുള്ള നെസ്റ്റോ ഒക്കെ ഉണ്ട്. $362. $5491, 5580. $5810, 5982. $6797, 6797, 6946. ഇതാ ലാസ്റ്റത്തെ മോനെ, ഇതാ ഇതുകൂടി ഉണ്ട് കേട്ടോ, അത് ഒഴിവാക്കല്ലേ. $7316 സാധനമാണ് കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 7316. ഇനി മുമ്പ് $7316 സാധനമാണ് കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി മോൻ്റെ പേരൊന്നുകൂടി പറഞ്ഞേ. നിഹാൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനം എത്രയാണ് നമുക്ക് നോക്കാം. ഇങ്ങനൊരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പർച്ചേസിംഗ് ഒക്കെ ഒരു സ്വപ്നങ്ങളിൽ മാത്രമല്ലേ? അതെ. ഇതുപോലെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? ഇടയ്ക്ക്, പക്ഷെ ഇങ്ങനെയൊന്നും ഇല്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടി വരുമ്പോൾ സമയം ടൈം നോക്കി അല്ലേ, റേറ്റ് നോക്കിയിട്ടല്ലേ പർച്ചേസ്? അതെ. ശരി.
12,334. 12,334 രൂപയുടെ സാധനമാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. കൂട്ടുകാരെ വാ, വരൂ. 12,334 അല്ലടാ? ഓക്കെ, 12,334 രൂപയുടെ സാധനമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 5 മിനിറ്റ് കൊണ്ട്, രണ്ടുപേരും ചേർന്നിട്ട്. ഓക്കെ, അതിൽ ഒരു പ്രൊഡക്റ്റ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് നന്നായി അല്ലേ ഇത്? ഇനി ഇവർ റേറ്റ് എഴുതിയിട്ടിരിക്കുന്ന എത്ര റേറ്റാണ് നമുക്ക് നോക്കാം. 12,334 റേറ്റ്, പർച്ചേസ് ചെയ്ത റേറ്റ്. നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 7,500 to 8,000. 7,500 to 8,000 എന്നാണ് എഴുതിയിട്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ എഴുതിയിരിക്കുന്നത് 12,000 2,000 അങ്ങനെ കൂടിപ്പോയി. അത് കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുത്തല്ലോ, അപ്പോൾ നിങ്ങൾക്കുള്ളൊരു സ്നേഹ സമ്മാനമുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പ്ലസ് ഓർ മൈനസ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ സ്നേഹസമ്മാനം 2 രൂപ വാങ്ങിച്ചു. ഓക്കെ, ചുമ്മാ അല്ലേ? ഓക്കെ, സന്തോഷം, രസമല്ലേ? ഓക്കെ, ഇതിനൊക്കെ കൊണ്ടുവെക്കണ്ടേ, അതല്ലേ? ശരി, ഓക്കെ. അത് മത്സരിക്കാൻ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു നിശ്ചിത തുക നമ്മൾ എഴുതിയിട്ട് ഗ്ലാസ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് വരുമെങ്കിൽ മാത്രമാണ് നമുക്കൊരു വിജയമായിട്ട് പ്രഖ്യാപിക്കാം. ചിലപ്പോൾ ചെറിയ റേറ്റിൻ്റെ അല്ലെങ്കിൽ 1,000 അല്ലെങ്കിൽ ചെറിയ റേറ്റിൻ്റെ ഒക്കെ ഒരു വ്യത്യാസമൊക്കെ പൊതുവെ വരും. നമുക്കും ഭയങ്കര വിഷമമാണ്, സമ്മാനം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരും. പിന്നെ എല്ലാവർക്കും ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആണോ ഇല്ലയോ എന്നുള്ളൊരു എന്താ മോളെ? ആരാ? അമ്മേനെ കാണുന്നില്ല? അമ്മയാ? ചേച്ചി ഈ നല്ല തിരക്കാട്ടോ, ഞാൻ എടുത്തു പറഞ്ഞത്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചേക്കണം. ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നം, കാരണം ഇന്ന് നല്ല തിരക്കാണ് ഇപ്പോൾ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ട്, കാരണം പ്രത്യേകിച്ചും നല്ല ഓഫേഴ്സിൻ്റെ ഒക്കെ ഒരു സമയമായതുകൊണ്ട് കുഞ്ഞുവാവ അമ്മയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ശരി, അപ്പം ഇന്നത്തെ എപ്പിസോഡ് സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ മുഖങ്ങളുണ്ടാവും, പുതിയ റേറ്റുകളുണ്ടാവും, പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ, ബൈ.